മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഫസ്റ്റ് വർഷമായിട്ട് പതിനൊന്ന് സ്ക്രീൻ ടൂർ വന്നിരിക്കുകയാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഡയറക്ടഡ് ബൈ ഗൗതം വാസുദേവൻ മേനോൻ. ഞാൻ അതിലേക്ക് എത്താം. ഈ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി എന്നുള്ള ഈ പേരുകൾ കേൾക്കുമ്പോൾ ഒരു വിശ്വാസമാണ് അതങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ടെർബോ വന്നപ്പോൾ തന്നെ ചെറിയൊരു കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ടെർബോ എത്ര നല്ല പടമായിരുന്നു എന്നുള്ളത്. അത് മനസ്സിലാക്കി തന്നു എന്തായാലും ഈ സിനിമ എനിക്ക്. ഗൗതം വാസുദേവ മേനോൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ തന്നെയാണോ നടുനീശി നായകളും കമൽഹാസനെ വെച്ചിട്ട് വേട്ടയാട് വിളയാടൊക്കെ എടുത്തത്? എനിക്ക് ഡൗട്ടായി പോയി ഈ സിനിമ കണ്ടപ്പോഴേക്കും. ലാലേട്ടൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഗൗതം വാസുദേവ മേനോന്. എന്താ ചെയ്യണമെന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. പുതിയ ട്രെൻഡ് എന്താണെന്നോ അല്ലെങ്കിൽ ഓഡിയൻസ് മാറിയതിനെ പറ്റിയൊന്നും ഒരു അറിവുമില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയൊക്കെ കണ്ടപ്പോഴേക്കും. ഈ സിനിമ ക്ലീശയുടെ പെരുമഴയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്കങ്ങനെയാണ് ഫീലായത്. ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് മമ്മൂക്ക എന്നുള്ള നടനാണ്. ആ നടനെ കൊണ്ട് ഇനി മോശമായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹം മോശമായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുന്ന എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവരുടെയും മോശം പ്രകടനങ്ങളും ഓവർ ആക്ടിങ്ങും ആവശ്യത്തിലേറെയുള്ള എക്സ്പ്രഷനുകളും ഒക്കെ നല്ല വ്യക്തമായിട്ട് വൃത്തിക്ക് അറിയാൻ പറ്റി എനിക്ക്. മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ ഉണ്ടല്ലോ, കാണാൻ ലുക്കാണ് മമ്മൂക്കേനെ. ഈ സിനിമ ത്രൂ ഔട്ട് കാണാൻ ഒടുക്കത്തെ ലുക്കാണ്. അത് മമ്മൂക്കയുടെ ഗുണമാണ്. നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും സൂപ്പറാണ്. അത് ദുൽഖർ വരെ പറഞ്ഞിട്ടുള്ളതാണ്. അവരൊക്കെ ഒരുപാട് അണിഞ്ഞൊരുങ്ങി സമയമെടുത്ത് റെഡിയായി വന്നാലും മമ്മൂക്ക വെറും 2 മിനിറ്റിൽ കിഡുമായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി വരും, അന്യ ലുക്കായിരിക്കും എന്നുള്ള അത് നമുക്ക് കാണാനുണ്ട്. പക്ഷേ ഇതിനകത്ത് മമ്മൂക്കയുടെ ഇൻട്രോയിൽ ഒരു റോബ് കാണിക്കും. ക്രൗൺ പ്ലാസയിൽ നിന്ന് കണ്ടു അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ഒരു റോബ്. ഇവിടെ ഒന്നും വേറെ ഒന്നും ഇല്ല. എന്താണ് ഉദ്ദേശിച്ചത്? ഇതിനകത്തുള്ള പോലീസ് കഥാപാത്രമായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള റിട്ടയർഡ് എന്നല്ല, അത് ഞാൻ പറയാനുള്ള ഇവിടെ എന്താണെന്നുള്ള ആയിട്ടുള്ള ആ കഥാപാത്രം ക്രൗൺ പ്ലാസയിൽ പോയിട്ട് റോബ് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന എന്തു ആടിയത്? ഗോകുൽ സുരേഷ് എപ്പോഴും ഒരുപോലെയാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് എടുത്തു പറയാനില്ല. പക്ഷെ മോശമാക്കിയിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇല്ല. എന്നാൽ ചില സ്ഥലത്ത് ഓവറാക്കി വെച്ച പോലെ എനിക്കൊരു ഫീല് ഉണ്ടായിരുന്നു. വിനീത് എന്നുള്ള നടൻ കുറേ കാലമായിട്ട് ഒരേപോലത്തെ റോളുകൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിനെ വിലയിരുത്താൻ പോലും പറ്റുന്നില്ല. നത്തിങ് ന്യൂ, ഓൾഡ് വൈൻ ഇൻ ഓൾഡ് ബോട്ടിൽ, അതേ അവസ്ഥ തന്നെ. പക്ഷേ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളവരൊക്കെ എന്താ ചെയ്തേക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊടുത്തതിനേക്കാൾ കൂടുതലും ആവശ്യമുള്ളതിനേക്കാളും കൂടുതലും നന്നായിട്ടൊരു അവസ്ഥ. ഇതിനകത്ത് നാട്ടിലൊന്നും നടിവരെ കിട്ടാഞ്ഞിട്ട് ഏതോ ബംഗാളി ആക്ട്രസിനെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ട്രസിൻ്റെ പേര് സുഷ്മിത ഭട്ട്. എൻ്റെ പൊന്നോ, ടുവേർഡ്സ് ലാസ്റ്റൊക്കെ എന്ത് വിറപ്പിക്കലായിട്ടാണെന്ന് അറിയാമോ എനിക്ക് അനുഭവപ്പെട്ടത്. ഭയങ്കര ശോകം. ഒന്നാമത് ഈ മലയാളം കുറച്ച് അരിയും നടീനെ കൊണ്ടുവന്നിട്ട് തമിഴ് ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ എല്ലാത്തിലും തമിഴിസം കുത്തിക്കേട്ടണം എന്തിനാ, വോക്കിസം കുത്തിക്കേട്ടണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡിസ്നി വരെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒഴിവാക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പം മലയാളത്തിലാണ് ഇപ്പോൾ വോക്കിസത്തിൻ്റെ ബഹളം. ബോഗൻവില്ലയുടെ അവസാനം കണ്ടിട്ടുണ്ടായിരുന്നു, പൂര വോക്കിസം. ഇതിനകത്തും അത് തന്നെ. എൻ്റെ പൊന്നോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പോർട്സ്മാനാ ഒരാവശ്യമില്ലാതെ ക്ലബ്ബ് മാറ്റം വരുത്തി അല്ലെങ്കിൽ നല്ലൊരു അവസരം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കരിയർ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ചെയ്തു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് എനിക്ക് ഈ സിനിമ. എനിക്ക് തോന്നിയത് ഗൗതം വാസുദേവ മേനോൻ വേറെ ലെവലാക്കി തരാമെന്ന് പറഞ്ഞ് മമ്മൂക്കനെ കൊണ്ടുപോയിട്ട് ഷെർലോക്ക് പോലത്തെ ഒരു സിനിമ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടമ്പിള്ളയുടെ അപരാധം പോലത്തെ ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഷെർലോക്കിന് ഹൊമേജ് ആണെന്നെങ്കിലും ഈ സിനിമയെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടല്ല. സത്യമായിട്ട് പറയണതാണ്, മരിച്ചുപോയ സർ ആർതർ കോണൻ ഡോയിൽ അല്ലെങ്കിൽ ഷെർലോക്ക് സീരീസിൻ്റെ ഡയറക്ടർ, അതും അല്ലെങ്കിൽ ഷെർലോക്ക് സിനിമ റോബർട്ട് ഡൗനി ജൂനിയറും ജൂഡ് ലോനൊക്കെ വെച്ചെടുത്ത ഗൈ റിച്ചി വന്നില്ല, വെടിവെച്ച് കൊല്ലും നിങ്ങൾ. അതുപോലത്തെ ഒരു സാധനം എടുത്തു വെച്ചാൽ ഞാൻ ഷെർലോക്കിൻ്റെ ഇത്രയും മോശം ഒരു റെൻഡറിങ് അല്ലെങ്കിൽ ഷെർലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആധാരമാക്കിയ സാധനം ഞാൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും മോശം, വളരെ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോ ലെവൽ ക്രിഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല രീതിയിലല്ല പോണേന്നുള്ളത്. ചിലയിടത്തൊക്കെ സൗണ്ട് ഡിസൈനൊക്കെ വളരെ ശോകം. കുറേ നല്ല മ്യൂസിക് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സൗണ്ട് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഇത് വേണ്ടത്ര സമയം കിട്ടിയില്ലേ നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. സൗണ്ട് ഡിസൈൻ ഒക്കെ ഇറ്റ്സ് ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ കൂടാതെ പാട്ട്, ദർബൂക്ക് ശിവയാണ് പാട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തോന്നാണ് പാട്ടുകളൊക്കെ, എന്തൊരു പാട്ടാണ്. ഇവിടെ എന്താ മലയാളത്തിലൊന്നും വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ലേ മലയാള സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യാനായിട്ട്? ഇവിടെ എന്തിനാ ദർബൂക്ക് ശിവനെ കൊണ്ട് കൊടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത്
മാങ്ങപറി ചെളിക്കൂത്ത് പോലത്തെ കുറച്ച് പാട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ വെറും ക്രിഞ്ചാണ്. ആദ്യം തന്നെ ഒരു ബർത്ത്ഡേ, ഇത്രയും ഒരു ഓവറാക്കൽ, ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സൊക്കെ ഓവറാക്കി നശിപ്പിച്ച ഈ അടുത്തൊരു പാട്ട് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സൊക്കെ പാട്ടിലുള്ളവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കൂട്ടണൊക്കെ സഹിക്കാൻ പറ്റില്ല. പിന്നെ മമ്മൂക്കയെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കോപ്രായം കാണിച്ച് ഡാൻസ് കളിപ്പിച്ചതെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല. മമ്മൂക്കേനെ ഇങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് സങ്കടം തോന്നി. ഈ ബ്രഹ്മയുഗമൊക്കെ കണ്ടിട്ടുണ്ടല്ല, കണ്ണൂർ സ്കോഡ് ഒക്കെ കണ്ട് ഉണ്ട പോലുള്ള നല്ല സിനിമ കണ്ടിട്ട് ഇത് കാണുമ്പോൾ സഹിക്കൂലേ. നമുക്ക് നല്ലൊരു കരിയർ ഗ്രാഫിൽ നല്ല കിടിലം പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടോ ഇതുപോലൊരു സിനിമ അഭിനയിപ്പിച്ചേക്കുന്നത് എനിക്ക് കലി വരുന്നുണ്ട് ഗൗതം വാസുദേവ മേനോനോട്. നിങ്ങളുടെ എന്തോരം സിനിമകൾ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണോ ഇത് ഡയറക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങളല്ലേ? നിങ്ങൾ സെറ്റിലേക്ക് പോയിട്ടുണ്ടോ? എനിക്ക് ഡൗട്ട് അതാണ്. ആ ലെവല് ഒരു അപരാധമാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിദ്ദിഖിക്കനെ കൊണ്ടുവന്നിട്ട് എന്താണ് കാണിച്ചു വെച്ചത്? ഷൈൻ ടോം ചാക്കോന ആ ക്യാരക്ടറൊക്കെ എന്താണ്? മാർക്കറ്റിലൊരു ഫൈറ്റ് സീനുണ്ട്. ഒന്നാമത് ഷൈൻ ടോം വർത്തമാനം പറയുന്നത് തിരിയണല്ല. ഇത് ഇപ്പോൾ വീണ്ടും ആ കൂടുതൽ കുഴഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പണ്ട് കുറച്ചെങ്കിലും മനസ്സിലാവും, ഇപ്പോൾ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സബ് ടൈറ്റിൽ ഇട്ട് തന്നാലേ മനസ്സിലാവുള്ളൂ. മലയാളം പഠിച്ച് സബ് ടൈറ്റിൽ ഇടേണ്ട അവസ്ഥയാണ് ഷൈൻ വരുമ്പോൾ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇതിനകത്ത് ഷൈൻ്റെ ക്യാരക്ടറൊക്കെ ഒരു വെച്ചുകെട്ടൽ ക്യാരക്ടർ, വെച്ചുകെട്ടൽ ഒരു ഫൈറ്റ് സീന്. എന്നാൽ ആ ഫൈറ്റൊക്കെ എന്താണടേ, അയ്യോ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് മമ്മൂക്കനെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. 18-ാം പടിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല, വഫ ഖദീജ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ട്സ് എന്തുവാണ് ഇപ്പോൾ. പുള്ളിക്കാരിയുടെ ഒക്കെ പെർഫോമൻസ് എൻ്റെ പൊന്നോ. മലയാളി അല്ലേ ഇടി, മലയാളം സംസാരിക്കാൻ അറിയത്തില്ലേ? എന്ത് ഷോക്ക് വരുന്നറിയാം. ഡബ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ചോദിക്കാൻ തോന്നിപ്പോയി, നിനക്ക് മലയാളം അറിയത്തില്ലേ എന്ന് മര്യാദക്ക്. അതുപോലത്തെ ഒരു സാധനമൊക്കെ, അതും ഡയലോഗ് ഡെലിവറിയൊക്കെ അൾട്രാ പ്രോ മാക്സ് ക്രിഞ്ച്. വളരെ പത്തറ്റിക്കായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. വളരെ പത്തറ്റിക്ക്. നല്ല ചെയ്ത് നമ്മൾ നല്ലത് പറയും. അതുപോലെ നമ്മുടെ വാഴയിൽ അഭിനയിപ്പിച്ച കുട്ടിക്ക് ഇതിനകത്തൊരു റോളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിൻ്റെ ടീസർ റിയാക്ഷൻ വന്നപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയായിരുന്നു. ആ കുട്ടി ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ, അതിൻ്റെ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റാത്ത രീതിയിലാണ് അതിന് റോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഡയലോഗ് പോലും മര്യാദക്കില്ല. അപ്പോൾ പിന്നെ എന്തോന്ന് ഞാൻ ആ കുട്ടിയെ പറ്റി പറയും. അങ്ങനത്തെ ഒരു അവസ്ഥ. ആ കുട്ടിയുടെ അഭിനയം എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. മുടി മറ്റേ ക്രോപ്പ് ചെയ്തിട്ടുള്ള കുട്ടിയില്ലേ. പിന്നെ പാച്ചും അത്ഭുതങ്ങളൊക്കെയുള്ള നമ്മുടെ ആ മാഡം, പുള്ളിക്കാരി കാണാൻ നല്ല ഇതൊക്കെയാണ്. പക്ഷേ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഇതിലേക്ക് വന്നപ്പോഴേക്കും പുള്ളിക്കാരിക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗൊക്കെ അതുപോലത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എനിക്കത് തീരെ ബോധ്യപ്പെട്ടില്ല. നമ്മുടെ ഷേണൈസിലിരുന്ന് മമ്മൂക്ക സിനിമ ആണെന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഒരു ഡയലോഗ് ഒരുത്തൻ പുറകെന്ന് പറയും, ഡോണ്ട് സ്പോയിൽ ദ മൂവി ഫോർ അസ് എന്ന്. ഇതാണ് എനിക്ക് ഡയറക്ടറിനോട് പറയാനുള്ളത്. ഇതുപോലെയുള്ള സിനിമകളൊക്കെ എടുത്തു വെച്ച് ഇതുപോലെ നമ്മുടെ സ്വന്തം മമ്മൂക്കേനെ കൊണ്ടുപോയിട്ട് ഡോണ്ട് സ്പോയിൽ ഹിസ് മൂവീസ് ഫോർ അസ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിക്കുള്ളിൽ എനിക്കൊന്നും ഇനി ഈ സിനിമയെ പറ്റി പറയാനില്ല. അത്രയും മോശമായ ഒരു എക്സ്പീരിയൻസ്. രാവിലെ തന്നെ ഇത് പോയി കണ്ടിട്ടുണ്ടല്ല, ക്ഷീണിച്ചു പോയി. ഈ സിനിമ എനിക്ക് 2 മണിക്കൂറും 32 മിനിറ്റുമാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് 3-4 മണിക്കൂർ കണ്ടൊരു ഫീലിംഗ് ആയിരുന്നു. വളരെ ക്ഷീണം. ഞാൻ പോയിന്ന് കിടക്കട്ടെ. എന്താ കണ്ട് തൃപ്തി അണഞ്ഞ്. മമ്മൂട്ടി കമ്പനി ആൻഡ് മമ്മൂക്ക ദയവ് ഇത് ഇതുപോലുള്ള സിനിമകൾ എടുക്കരുത്. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൽ താഴെ നിങ്ങൾ പോകരുത്. ടെർബോ തന്നെ എനിക്ക് സഹിച്ചില്ല. ഇതെനിക്ക് തീരെ സഹിച്ചില്ല. ടെർബോ അപ്പോഴും ഞാനൊരു കാര്യം മനസ്സിൽ വിശ്വസിച്ചിരുന്നു, ഫാമിലി ഓഡിയൻസിനാണെങ്കിൽ അതുപോലെയുള്ള പോക്കിരി രാജ, മധുരരാജ പോലെ, പുലിമുരുകനൊക്കെ പോലെ ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കെങ്കിലും ഈ പടം ഇഷ്ടപ്പെടും എന്നുള്ളത്. ഷൈലോക്കൊക്കെ പോലെ ഈ സിനിമ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പോലെ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ വെൽ ആൻഡ് ഗുഡ്, ഐ ഹാവ് നോ ഇഷ്യൂസ്. പക്ഷേ എനിക്ക് ഈ സിനിമ സഹിക്കാൻ പറ്റിയില്ല. പ്രൊഡ്യൂസർ മമ്മൂക്കയാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ സിനിമ ആദ്യമൊക്കെ ഷൂട്ട് ചെയ്തത് മൂന്നാറും തമിഴ്നാട്ടിലും ഗോവയും ആൻഡമാനും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഈ സിനിമയുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ പ്രൊഡ്യൂസറായ മമ്മൂക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി എന്ന് എനിക്ക് ഫീൽ ചെയ്യണത്, ഇതുവരെ നടക്കി പോകില്ല എന്നുള്ളത്. അതുകൊണ്ടാണെന്നുകൊണ്ട് ഈ സിനിമയുടെ മേജർ രംഗങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് പനമ്പള്ളി നഗറിൽ മമ്മൂക്കയുടെ വീടിൻ്റെ ചുറ്റു പരിസരത്തിൽ തന്നെയാണ്. ആ ഒരു പനമ്പള്ളി നഗർ പരിസരത്തിലാണ് ഭൂരിഭാഗം സിനിമയും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കമ്മിറ്റ് ചെയ്ത് പോയി. എന്നാൽ കുറച്ച് കോസ്റ്റിങ് കുറക്കാമെന്ന് വിചാരിച്ചിട്ട് നഷ്ടം അധികം ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്തത്. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് മനസ്സിൽ ഫീൽ ആയിട്ടാ.
സോറി മമ്മൂക്ക, എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ നല്ല സിനിമയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കാം. ഒരുപാട് സിനിമകൾ ഇനി വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്ഷീണം വരാനിരിക്കുന്ന സിനിമകൾ മാറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുപോലുള്ള തെറ്റുകൾ മമ്മൂക്ക എന്നുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന നടനെ വരാതിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നല്ല സിനിമകൾക്കായി കാത്തിരിക്കുന്നു. ഒന്നും തോന്നരുത്, വീഡിയോ ഇനി കണ്ടിട്ട് എല്ലാവർക്കും സ്ട്രൈക്ക് അടിച്ചൊന്നും കൊടുക്കാൻ നിൽക്കരുത്, ടർബോക്ക് ചെയ്ത പോലെ കേട്ടാ. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ഭയങ്കര മോശമാണല്ലേ ഈ സിനിമയൊക്കെ കണ്ടു. പിന്നെ എന്ത് പറയും നമ്മൾ? പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് കാണണല്ലേ, അഭിപ്രായം പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഞാൻ ആരോടും പോയി കാണരുതെന്നൊന്നും പറയാനുള്ളല്ലേ. എനിക്കിഷ്ടപ്പെടുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല എന്നല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഇതെങ്കിലും പറയണ്ടേ, ഇതെങ്കിലും തുറന്ന് പറയാൻ പറ്റണ്ടേ? എന്തായാലും ശരി, എന്താണെന്ന് വെച്ചാൽ കാണിക്ക്. എനിക്ക് മടുത്തുപോയി, അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.